ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയായിരുന്നു ഞാൻ വന്നത്. അതിലേക്ക് വെജസാണ് കട്ടാക്കി വെച്ചത്. അപ്പോൾ ഇത് ക്യാപ്സിക്കോ, ക്യാരറ്റ്, ഒരു കഷ്ണം ഉള്ളി, ഒരു കപ്പ് ക്യാബേജ്, പിന്നെ പകുതി ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതായിരുന്നേ. അപ്പോൾ ഇത് കുട്ടികൾക്ക് ലഞ്ചിന് ഞാൻ ഫ്രൈഡ് റൈസ് കൊടുക്കണം. അപ്പോൾ ആ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ചിക്കൻ ഇങ്ങനെ കട്ടാക്കിയിട്ട് ചെറുങ്ങനെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വെന്തും കിട്ടും. ഒരു മാഗി ക്യൂബ്, പിന്നെ അതുപോലെ പെപ്പർ പൗഡർ, സോയാ സോസ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് കേട്ടോ. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു എഴുന്നേറ്റപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുണ്ടാവും. ഞാൻ അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈറ്റ് സെല്ല ബസുമതി റൈസാണ്. അപ്പം അതിൻ്റെ കൂടെ ആയിട്ട് നമുക്ക് 2 മുട്ടയും വേണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിടാം. പിന്നെ നമ്മൾ റൈസ് പറ്റിപ്പിടിക്കുന്നതിന് നമുക്കെന്ത് ചെയ്യാം, ഒരു സ്പൂണ് ഓയിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളുടെ ബാക്കി എല്ലാ പരിപാടിയും ഇതിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഫ്രൈഡ് റൈസിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടിഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൈസ് ഇതാ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ റൈസ് വെന്തിട്ടുണ്ട്. നമുക്കൊരു 80% മാത്രം റൈസ് വെന്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ ഞാനൊരു പാൻ ചൂടായി നമുക്ക് ഈ ഒരു സമയത്ത് ബട്ടറോ ഒലിവ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. ബട്ടറാകുമ്പോൾ ഒന്നും കൂടി ബെറ്ററാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ ചൂടായി നമ്മൾക്ക് എന്താക്കുക, ഈ 2 മുട്ട ഒഴിച്ച് പാരട്ടോ അതിലേക്ക്. പക്ഷേ ഞാൻ 2 മുട്ടയല്ല ഇട്ടത്, കാരണം കുറച്ചും കൂടി മുട്ട ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഒരെണ്ണം കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ 3 മുട്ടയും പിന്നെ അതിന് മുകളിൽ കുറച്ച് ഉപ്പ് സ്പ്രെഡാക്കി പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക കേട്ടോ. പീസ് രൂപത്തിൽ ഇളക്കിയെടുക്കുക. വീഡിയോ ഇത്തിരി സ്പീഡാണ്, കാരണം കൂടെ അപ്പുറത്ത് വേറെയും ജോലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇത് മാത്രം വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. Wish that I could cough out my emotions in a healthy manner and just become the right person that actually matters. And every day I drive my car to my little job and I find some peace in the stations that I throw. അപ്പോൾ ഇതാ മുട്ട ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ചിക്കന് ഞാനിങ്ങനെ വേവിച്ചെടുത്തത്, അത് നിങ്ങൾക്ക് അതിന് പകരം പൊരിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനത് സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള വെജസ് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇതാ ഞാൻ ക്യാബേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ചൂടായപ്പോൾ ഞാൻ എന്താക്കി, അതിൻ്റെ കൂടെ ക്യാരറ്റ് ഇട്ടിട്ടോ. പിന്നെ വെജസൊക്കെ നിങ്ങൾക്ക് ഏത് തരത്തിലാണോ കട്ട് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു ടൈമിന് അല്ലെങ്കിൽ നേരത്തെ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെക്കാറാണ് പതിവ്. ഇന്ന് പിന്നെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അപ്പോൾ തന്നെ കട്ട് ചെയ്താണ്. അപ്പോൾ അത് ഏകദേശം ചൂടാന് ശേഷം നമുക്ക് എന്താക്കാം, ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ഞാൻ ഇതിലേക്ക് ആഡാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഒരു മാഗി ക്യൂബ്. ആ മാഗി ക്യൂബ് ഇടാം, അത് ശരിക്കും മതിയായിരിക്കും നമുക്ക് ഇതിലേക്ക്. പക്ഷേ എൻ്റെ റൈസിന് കുറച്ച് ഉപ്പ് കുറവായതിനെ കൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഉപ്പ് നോക്കി ചേർക്കണം കേട്ടോ. കാരണം നമ്മൾ സോയാ സോസും ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിലും ഉപ്പുണ്ടാവും, ഈ മാഗി ക്യൂബിലും ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ.
അപ്പോൾ ഇതാ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല മിക്സ് ആക്കണമെന്ന് വെച്ചാൽ നമ്മൾ റൈസ് ഇട്ടാൽ ഒരുപാട് അങ്ങ് ഇളക്കരുത്. ആ റൈസ് ഉടയുന്ന രൂപത്തിൽ നമ്മൾ ഇളക്കരുത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിനെ എല്ലാത്തിനും സെറ്റാക്കി വെക്കാം. ഈ ഒരു സമയത്താണ് നമ്മൾ കെച്ചപ്പും ഒരു സ്പൂണ് കെച്ചപ്പും അതുപോലെ തന്നെ ഒരു സ്പൂണ് സോയാ സോസും ഒഴിക്കുന്നത് കേട്ടോ. കെച്ചപ്പ് ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതാ സോയ സോസൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കേ. പിന്നെ ഈ വെജസിൻ്റെ കൂടെ നിങ്ങൾക്ക് ബീൻസ് നമ്മൾ എന്താ പറയുക പയറൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനും മുട്ടയും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഈ വെജസ് ഉണ്ടായതിനെ കൊണ്ട് ഞാൻ ഇത് മാത്രം ഇട്ടു കേട്ടോ. ഇത് നമുക്ക് ഈസി റെസിപ്പിയാണ്. നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന്, കുട്ടികൾക്ക് നല്ല വലിയവർക്ക് ടിഫിനാക്കിയിട്ടും വീട്ടിൽ നിന്നൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒന്നും വേണ്ടല്ലോ. കുട്ടികൾക്ക് വെജസ് എത്തും ചെയ്യും. നല്ല ആഹാരമല്ലേ. അപ്പോൾ അതാ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എന്താക്കി കുറച്ച് ചാനിട്ട് റൈസ് ഇടുന്നു. മൊത്തം ഇട്ടിട്ട് പെട്ടെന്ന് ഇളക്കുമ്പോൾ അത് ഉടഞ്ഞു പോകും. അപ്പോൾ ഇതാ കുറച്ച് റൈസ് ഇട്ട് നന്നായി ഇളക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ എനിക്ക് കുട്ടികൾക്കുള്ള രാവിലത്തേക്കുള്ള ഗോതമ്പ് ദോശ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ ആ ഗ്ലാസ്സിൽ ഈ മുട്ടത്തോല് കാണുന്നുണ്ടോ, അത് ഞാൻ എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ നമ്മളെ കറ്റാർവാഴ ഉണ്ടല്ലോ, കറ്റാർവാഴക്ക് അത് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നേരത്തെ പൊട്ടിച്ച് വെച്ച് ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതാ ബാക്കി കൂടി ഞാൻ കുറച്ചും കൂടി റൈസ് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഇതാ ഒലീവ് ഓയിലും ഒഴിക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. അത് ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.